ഗൈസ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഞാനിപ്പോൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചോദിച്ച ഒരുപാട് ഒരുപാട് പ്രാവശ്യം ചോദിച്ച, അത് ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനെ പറ്റിയിട്ടാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ പിന്നെ എന്നോട് ചോദിക്കുന്ന ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം എനിക്ക് പിന്നെ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനത് കുറേ കമൻസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഇപ്പോൾ പ്രസൻ്റ്ലി എന്താണ് ചെയ്യുന്നത്, എന്തായിരിക്കും ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറയാൻ, എൻ്റെ സ്റ്റഡീസ് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സ്റ്റഡീസ് എവിടെ ചെയ്തത്, എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് എൻ്റെ സ്റ്റഡീസൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ LKG തൊട്ട് +2 വരെ ചിന്മയ വിദ്യാലയം എന്ന് പറയുന്ന ഒരു സ്കൂള്, അറിയായിരിക്കും, കുറേ സ്ഥലങ്ങളിലുള്ള ഒരു സ്കൂളാണ്, ഒരു CBSE സ്കൂളാണ്. അവിടെയാണ് പഠിച്ചത്. പക്ഷേ എന്താ പറയുക, എനിക്കിങ്ങനെ ആലോചിക്കും, ഇപ്പോൾ എല്ലാവരും അവരുടെ സ്കൂൾ ഡേയ്സ്, കോളേജ് ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ പല പല കഥകൾ പറയുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു സ്കൂൾ ഡേയ്സിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കുറേ മൊമെൻറ്റ്സ് ഒന്നും ഷെയർ ചെയ്യാനില്ല. അതുപോലെ തന്നെ എനിക്ക് അധികം ഫ്രണ്ട് സർക്കിൾസും ഒന്നുമില്ല. അങ്ങനൊരു സ്കൂൾ ഡേയ്സ് ആയിരുന്നു എൻ്റേത്. ജസ്റ്റ് ഈ പറയുന്ന പോലെ തന്നെ പഠിക്കുക, വീട്ടിൽ വരിക, അവിടുത്തെ ഓരോ കാര്യങ്ങൾ, പിന്നെ സ്കൂളിൽ പോവുക, ആ ഒരു രീതി. അധികം ഫ്രണ്ട് സർക്കിൾസൊന്നും ഇല്ല, അങ്ങനെ കോണ്ടാക്ട്സുകളും കുറവാണ്. അപ്പോൾ ചിലർ വിചാരിക്കും അതെന്താ ചേച്ചി അങ്ങനെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ ചെറുപ്പം മീൻസ് ഒരു 4th സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഉള്ളിലൊരു ഇൻസെക്യൂർ ഫീലിംഗ് ഉണ്ട്, എന്നാൽ പോലും നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ബോഡി ഷെയിം ഞാൻ സഹിച്ചിട്ടുണ്ട്. എന്താ പല പല പേരുകൾ, തടിച്ച്, അത് ഇത് കുറേ പേരുകൾ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കാനും കൂട്ടുകൂടാനും ഭയങ്കര മടിയായിരുന്നു. ആരോടും അധികം പോയി സംസാരിക്കലില്ല, ബോയ്സിനോടൊന്നും ഞാൻ സംസാരിക്കില്ല. സ്കൂൾ ടൈമിലൊക്കെ മീൻസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര മടി. കാരണം ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കില്ല, അവരെൻ്റെ ആയിരിക്കും എന്നെ ഇനി അടുത്ത് ഇതുപോലെ എന്തെങ്കിലും നെയിം വിളിക്കുമോ എന്നൊക്കെ ഉള്ള ഓരോ പേടികൾ. അങ്ങനെ എനിക്ക് ഫ്രണ്ട് സർക്കിൾസൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല മൊമെൻറ്റ്സ് ഒന്നും പറയാൻ വേണ്ടിയിട്ട്. എന്നാലും എനിക്ക് ഫ്രണ്ട്സ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കുറച്ചൊക്കെ അങ്ങോട്ട് സ്കൂൾ പഠിച്ച് പോകുന്ന ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നെ ആ സ്കൂളിൽ മീൻസ് ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി, കാരണം ഒരു CBSE സ്കൂളാണ്, ഫിനാൻഷ്യലി കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര മീൻസ് പാടായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മയൊക്കെ പറഞ്ഞു നമുക്കിപ്പോൾ സ്റ്റേറ്റിലേക്ക് മാറാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം നമുക്ക് പഠിച്ച സ്ഥലത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനായിരിക്കുമല്ലോ എപ്പോഴും ആഗ്രഹം. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പറ്റില്ല പറഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ അവിടെ തന്നെ മീൻസ് എന്താണ്, ശരി വീട്ടുകാർ പറഞ്ഞാൽ ചെയ്യാം, അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ലേ അവർ പറയുന്നതെന്ന് വിചാരിച്ച് മാറാൻ തീരുമാനിച്ചു. പക്ഷെ എന്തോ എനിക്കൊരു എന്താ പറയുക, എല്ലായിടത്തും ഒരു ഗോഡ്സ് ഹാൻഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെ ലൈഫിലും എനിക്ക് അങ്ങനൊരു ഹാൻഡ് ഉണ്ട്. ഞാനിങ്ങനെ അദ്ദേഹത്തെ പറ്റി ഡിസ്ക്ലോസ് ചെയ്യാമെന്നില്ല, പക്ഷേ എനിക്കും അങ്ങനൊരു ആൾ എൻ്റെ ലൈഫിലുണ്ട്. എന്നെ സഹായിച്ചൊരു വ്യക്തിയുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ എൻ്റെ 9th സ്റ്റാൻഡേർഡ് തൊട്ട് എൻ്റെ പ്രസൻ്റ്ലി ഇവിടം വരെയുള്ള കോഴ്സുകളുടെ കുറേ ഫീസും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ സഹായിച്ചൊരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ സ്കൂളിൽ തന്നെ എന്താ പറയുക +2 വരെ CBSE സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ അമ്മയും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മീൻസ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തൊരു പേഴ്സൺ എന്നും എൻ്റെ അമ്മയായിരിക്കും. ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. അത് ആ ഒരു പേഴ്സൺ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റഡീസൊക്കെ കിട്ടാനും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനും സാധിച്ചത്. അങ്ങനെ അധികം ഫ്രണ്ട് സർക്കിൾസൊന്നും ഇല്ലാതെ ഞാൻ അവിടെ ഒരു 10th വരെ പഠിച്ചു. അതിൻ്റെ +1 +2 അവിടെ തന്നെ പഠിക്കാൻ, ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഹെൽപ്പോട് കൂടി അവിടെ തന്നെ പഠിക്കാൻ സാധിച്ചു. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ കുറച്ച് ഒരു 15 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതോടെ 15 സ്റ്റുഡൻസുമായിട്ട് നല്ലൊരു ബോണ്ട് എനിക്ക് മീൻസ് അത്യാവശ്യം നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ അത്യാവശ്യം കമ്പനി ആയിരുന്നു. പിന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് എൻ്റെ ബോഡി ഷെയിം അതുപോലുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് അങ്ങ് പോകാൻ തുടങ്ങി. പിന്നെ ഞാനതൊന്നും അധികം ശ്രദ്ധിക്കാതാകാറായി. അങ്ങനെയൊക്കെ പോയി.
അങ്ങനെ +2 വരെ അങ്ങനെ ചിന്മയ വിദ്യാലയം എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് എപ്പോഴും എല്ലാവർക്കും ഓരോ ഡ്രീം ഇല്ലേ, അങ്ങനെ എൻ്റെ ചെറുപ്പം തൊട്ടൊരു ഡ്രീം ആയിരുന്നു, എന്താ പറയുക, ഒരു ഡോക്ടർ ആകണം എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ 1 ഇയർ റിപ്പീറ്റ് ചെയ്തു. പാല ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്ത്, അതും എന്നെ അദ്ദേഹം തന്നെയാണ് പഠിപ്പിച്ചത്. ഞാൻ അവിടെ പഠിച്ചു. പക്ഷേ വിചാരിച്ച പോലെ ഗവൺമെൻറ്റിലൊന്നും കിട്ടാനുള്ള മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ മാസങ്ങളോളം എന്ത് ചെയ്യും, പിന്നെ എന്തെടുക്കും, ഫുൾ മൈൻഡ് ഔട്ട്, അങ്ങനെ ഇങ്ങനെ ഡിഗ്രി എടുത്താലോ എന്നൊക്കെ പോയി പിന്നെയാണ് മനസ്സിലൊരു ഐഡിയ വന്നത്, പുറത്ത് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, രാജ്യങ്ങൾ കാണാനൊക്കെ. അങ്ങനെ മനസ്സിൽ ഐഡിയ വന്നപ്പോഴാണ് എൻ്റെ അമ്മയും പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നഴ്സിംഗ് എടുത്തൂടെ, പുറത്ത് പോകാമല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നഴ്സിംഗ് എടുക്കാൻ തീരുമാനിച്ചു. നഴ്സിംഗ് എടുത്തു. ഞാൻ എന്താ പറയുക, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട് മലമ്പുഴയിലാണ് പഠിച്ചത്. അവിടെ പോയി എനിക്ക് അവിടെ ആയിരുന്നു മെറിറ്റിൽ വന്നത്. അവിടെയാണ് ഞാൻ BSc നഴ്സിംഗ് ചെയ്യുന്നത്. അവിടെ ഇതുപോലെ തന്നെ എനിക്ക് കുറേ ഫ്രണ്ട് സർക്കിൾസ് കിട്ടി. ക്ലാസ്സിൽ ഒരു 60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. നന്നായിട്ട് അവിടെ ഇങ്ങനെ നഴ്സിംഗൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകം തന്നെ ഇതുപോലെ തന്നെ ഭയങ്കര ഇൻസെക്യൂർ ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര തടിയാണല്ലോ, ആരെങ്കിലും എന്നോട് കൂട്ടുകൂടുമോ, സംസാരിക്കുമോ എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ ഒന്നും ഞാൻ അധികം അങ്ങനെ മിണ്ടാനൊന്നും പോയില്ല. എപ്പോഴും ഫസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കും, ക്ലാസ് കേൾക്കും, ഹോസ്റ്റലിൽ പോകും, അടുത്ത കാര്യം തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ അപ്പോൾ എനിക്കൊരു ഫീലിംഗ് തോന്നി, അവിടെ എന്നെ ആരും കളിയാക്കുന്നില്ല, അവിടെ ആരും എന്നെ ബോഡി ഷെയിം ചെയ്യുന്നില്ല, അവിടെ ആരും എന്നോട് മോശമായിട്ട് പറയുന്നില്ല, എല്ലാവരും എന്നോട് കമ്പനിയാണ്. അങ്ങനെ ഞാൻ അവരുമായിട്ട് കമ്പനി ചെയ്യാൻ തുടങ്ങി, അവരോട് സംസാരിക്കാൻ തുടങ്ങി, അവരോട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി, നല്ലൊരു ഹാപ്പിയായി. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു, ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇപ്പം നന്നായി തടിക്കാൻ തുടങ്ങിയപ്പം ആൾക്കാർ കളിയാക്കുന്നത് കണ്ടിട്ട് സ്റ്റേജിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ സ്റ്റേജിലൊന്നും അങ്ങനെ ഒരു 6th 7th സ്റ്റാൻഡേർഡ് ശേഷം സ്റ്റേജിലൊന്നും അങ്ങനെ കയറാതെ. പിന്നെ ഞാൻ ഒരു +2 ടൈമിലൊരു സ്റ്റേജിൽ കയറി ഒരു ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ പിന്നെ സ്റ്റേജിൽ കയറുന്നത് ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോഴാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും അവരുടെ എൻകറേജ്മെൻറ്റും എല്ലാം കാരണം ഞാൻ പിന്നെ അവിടെ സ്റ്റേജിൽ കയറാൻ തുടങ്ങി, ഡാൻസ് കളിക്കാൻ തുടങ്ങി, അവിടെ പറ്റുന്ന എല്ലാ ഡാൻസ് പരിപാടികളിലും കയറാൻ തുടങ്ങി, ഫുൾ എൻജോയ് ചെയ്ത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ സെറ്റായിട്ട് പോയൊരു ടൈം എൻ്റെ കോളേജ് ടൈമായിരുന്നു. അന്നൊന്നും ഞാനിങ്ങനെ ബോഡി ഷേമിംഗ് ഒന്നും അങ്ങനെ അനുഭവിച്ചിട്ടില്ല. അപ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ പുറത്തു പോയാലോ, അതിനാണ് ഞാൻ നഴ്സിംഗ് എടുത്തതെന്നുള്ള മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നഴ്സിംഗ് ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു വ്യക്തിയല്ല. അങ്ങനെ ഞാൻ 4 ഇയർ പഠിച്ചു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാമൊക്കെ റിസൾട്ട് വരുന്ന ടൈമിലാണ് ഈ കുട്ടീനെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനെ ഈ കുട്ടിയായിട്ട് സെറ്റാകുന്നത്. അങ്ങനെ ഞങ്ങളുടെ റിലേഷൻ അങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോയതൊക്കെ. അങ്ങനെ 4 വർഷമൊക്കെ പഠിച്ചു. ഞങ്ങളുടെ റിലേഷൻ അതിൻ്റെ കൂടെ തന്നെ പോയി. 4 വർഷം പഠിച്ചു. 4 വർഷം എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. നല്ലോണം പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണല്ലോ പുറത്ത് പോകണ്ടേ, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം എന്ന് മൈൻഡിൽ സെറ്റാക്കി. അപ്പം തന്നെ OETക്ക് ചേർന്നു. 4 മാസം OETക്ക് വേണ്ടി പഠിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OET UK സ്കോർ കിട്ടി. അപ്പോഴൊക്കെ ഹാപ്പിയായിരുന്നു. നമ്മൾ വിചാരിച്ച കാര്യമൊക്കെ സെറ്റായി, ഇതേ പുറത്ത് പോകുന്നത് എല്ലാം റെഡിയായി. പക്ഷേ ഒന്നും ആയില്ല. പിന്നെയാണ് UK ഓരോ പ്രോബ്ലം വന്നത്, ഫ്രീസ് ആകാൻ തുടങ്ങിയത്, ആൾക്കാർക്ക് ഇന്ത്യക്കില്ല തുടങ്ങിയതൊക്കെ. അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ എക്സ്പീരിയൻസ് ആണല്ലോ കാര്യമെന്ന് വിചാരിച്ച് 1 ഇയർ വോളണ്ടറി ആയിട്ട് നമ്മുടെ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ. ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് പുറത്ത് പോകാൻ വല്ലാണ്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പുറത്ത് പോകാന്ന് പറയാൻ പൈസ ഉണ്ടാക്കുന്നുള്ള ആഗ്രഹം, അതിലുപരി പുറത്ത് പോകാൻ എനിക്ക് രാജ്യങ്ങൾ ട്രിപ്പ് കാണാനുള്ള ഭയങ്കര പോയാതില്ലോ. ട്രിപ്പ് പോയാൽ മതിയല്ലോ. അതിന് വേണ്ടി ഞാൻ പൈസ എടുത്ത് വെക്കുന്നുണ്ട് എങ്ങോട്ടെങ്കിലും പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ആഗ്രഹം അതൊന്നുമല്ല, ഇവക്ക് നാട് വിട്ട് പോണോ, അവിടെ പോയിട്ട് പൈസ ഉണ്ടാക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടവർ നാട് വിട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ചില അത്രയും ബുദ്ധിമുട്ടുള്ളവർക്കായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഇപ്പൊ പ്രസന്റ്ലി ഇല്ല. പക്ഷെ എനിക്ക് പുറത്തുപോകാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് രാജ്യങ്ങൾ കാണണം. രാജ്യങ്ങൾ കാണാൻ ഞാൻ പറഞ്ഞതാണ് ട്രിപ്പ് ഫണ്ട് എടുത്ത് വെച്ചിട്ട് പോവാന്ന്. പെട്ടെന്ന് എന്നെ കൊണ്ട് വരില്ല. കാരണം എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഫാമിലിയൊക്കെ സെറ്റാക്കി എല്ലാം കൊണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു കാര്യങ്ങൾ ചെയ്യണം വിചാരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവക്ക് ഇപ്പോൾ പുറത്ത് പോകണം എന്ന് പറഞ്ഞ് ഇവളിപ്പോൾ പറയുന്നത് ഇവക്ക് പുറത്ത് പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. പക്ഷെ ഇവള് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവക്ക് ഭയങ്കര മെന്റലി ബുദ്ധിമുട്ടാവും. കാരണം ഇവള് ഫാമിലി കൈയാണ്. പക്ഷെ കുറേ മാറി ഇരുന്നുണ്ട് വീട്ടിൽ നിന്നൊക്കെ. എന്നൊക്കെ പറഞ്ഞാലും ഇവക്ക്
നടക്കൂല അത്. ശരിയാണ്, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഫാമിലി ഗൈ ആണ്. അതുകൊണ്ടാണ് ഈ പേഴ്സണോടാണ് മോർ അറ്റാച്ച്ഡ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ പേഴ്സണെ വിട്ട് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയത് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഞാൻ ഹോൾഡ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മളെന്തോ കുറ്റക്കാരെ പോലെ ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവക്ക് ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ പൈസ മാക്സിമം ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് അത് ഇവിടെ ആവശ്യത്തിന് തന്നെ ഇവിടെ പൈസ ഒന്നും ഒക്കെ ഇവിടെ ആവശ്യത്തിന് തന്നെ എടുത്തോ. ഇപ്പം ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ഓരോ രൂപ പോലും ഇവക്ക് ആവശ്യത്തിന് തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്നിടത്തോളം കാലം അതാണ് എപ്പോഴും ബെറ്റർ. ഞാൻ എപ്പോഴും അത് തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയിലേക്ക് ഓൾ എത്തുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായില്ലൊക്കെ യൂട്യൂബിലായാലും. അപ്പോൾ ആ പൈസ കൊണ്ട് ജീവിച്ചാൽ മതി, അത് മതി. ഉള്ളൊരു ഹാപ്പിനെസ് കണ്ടെത്തിയാൽ പോരെ. ബാക്കി പിന്നെ എല്ലാം ഉണ്ടാക്കി ഞങ്ങളെല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ടേ പോയി ഹാപ്പിനെസ് കണ്ടെത്താൻ പഠിക്കണം. അതാണ് ഇപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ നേരത്തെ ഉള്ള കാര്യമാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇട്ട് എല്ലാം മീൻസ് ഒന്നും ആയില്ല, പോക്കൊന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ മൈൻഡിൽ വേറൊരു തോട്ട് വന്നത്. എന്ത് ചെയ്യാം, എന്തെങ്കിലും എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞാൽ 1 year ഇതുപോലെ വോളണ്ടറി വർക്ക് ചെയ്തു. പക്ഷേ പ്രത്യേകിച്ച് എന്താ പറയുക, 1 year വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ വീട്ടിലൊക്കെ സമ്മതിച്ച് സെറ്റായി. അപ്പോൾ ഞാൻ അവിടുന്ന് കോഴിക്കോടേക്ക് വന്നു. ഇവിടെ KMCT മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 months ആയുള്ളൂ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ OTയിലാണ് വർക്ക് ചെയ്യുന്നത്. CVTS OTയിലാണ് വർക്ക് ചെയ്യുന്നത്, കാർഡിയോവാസ്കുലർ OTയിൽ. അങ്ങനെ ഇപ്പം നിലവിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും എൻ്റെ മൈൻഡിലൊരു B പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് MS എടുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു പഠിക്കുമ്പോഴും. പക്ഷേ വീട്ടിലെ ഫിനാൻഷ്യലി ഉള്ള സാഹചര്യങ്ങൾ കാരണം ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കിയാലല്ലേ വീട്ടിലെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ ഓർത്തോർത്ത് MS ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു. പുറത്ത് പോകാം എന്നുള്ളൊരു ഇത് മൈൻഡിൽ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും എൻ്റെ സെക്കൻഡ് B പ്ലാനായ MSc എന്നുള്ള ഇത് ഏകദേശം എനിക്ക് എൻട്രൻസ് കിട്ടി. അതിൽ റാങ്ക് ലിസ്റ്റിലുണ്ട്. ഓൾറെഡി ഇപ്പോൾ MSc ചെയ്യാം എന്നുള്ള മൈൻഡിലാണ്. MScയിൽ എനിക്ക് ചെയ്യണം, അതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത പ്ലാൻ. ചെയ്യുക, എനിക്ക് എന്താ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ കയറാൻ, എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പ്രസൻ്റ് എൻ്റെ ലൈഫ് പോകുന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ മൈൻഡിൽ വിചാരിച്ചു മാക്സിമം നന്നായി പഠിക്കുക. പക്ഷേ നമ്മൾ എത്രത്തോളം പഠിച്ചാലും നമുക്ക് ലക്കുണ്ട്. ലക്ക് ഫാക്ടർ ഉണ്ടെങ്കിലേ നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് സാധിക്കുകയുള്ളൂ. ലക്കും കൂടെ വേണം. നമ്മളിപ്പോൾ നന്നായി പഠിച്ചു, നമ്മൾ പഠിച്ച എല്ലാത്തിനും ഫസ്റ്റ് കിട്ടി, നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു നല്ല പോസ്റ്റിൽ എത്തിച്ചേരണമെന്നൊന്നുമില്ല. നമുക്കൊരു ലക്കും കൂടെ വേണം. എന്നാലേ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഇതിലെത്തുള്ളൂ. ഇപ്പം എല്ലാവരും അപ്പോൾ എന്നോട് വേറൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്, നന്ദൂട്ടിൻ്റെ വീട്ടിൽ സുഖമാണോ, എന്തൊക്കെ പ്രയാസങ്ങളുള്ള പോലെ തോന്നുന്നു എന്നൊക്കെ. ഇവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ 6 years ആയിട്ട് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന എൻ്റെ സോൾമേറ്റ് ആയ നന്ദൂട്ടിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഒരുപാട് ഹാപ്പിയാണ്. ഇവിടെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ടാണ് കഴിയുന്നത്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടിയാണ് ഞാനിവിടെ കഴിയുന്നത്. അതുപോലെ എൻ്റെ ഇഷ്ടപ്പെട്ട വ്യക്തി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അതും എനിക്ക് ഹാപ്പിനെസ് തന്നെയാണ്. പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങുന്നത്, ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ. ഇപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഇത്ര ഇൻട്രോവേർട്ടായി നിന്നൊരു കുട്ടി ഇങ്ങനെ പലരും ഇപ്പോൾ എന്നോട് പറഞ്ഞതുമാണ്. അതൊക്കെ എൻ്റെ നന്ദൂട്ടിൻ്റെ സപ്പോർട്ടുണ്ടാണ്. നന്ദൂട്ട് എന്നെ എൻകറേജ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ഫോഴ്സ് കൊണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക, അതിൽ സക്സസ് ആകാൻ ശ്രമിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും അത് മുമ്പോട്ട് കൊണ്ടുപോയി വരിക. അല്ലാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഹാപ്പിനെസ് ആയിരിക്കും. അത് ഞാൻ ശരിക്കും പഠിച്ചത് എൻ്റെ നന്ദൂട്ടായി എന്നാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ലൈഫിൽ സക്സസ് ആകാൻ പറ്റും എന്ന് കാണിച്ചു തന്നത് എൻ്റെ നന്ദൂട്ടനാണ്. അതുപോലെ ഞാനിപ്പോൾ മുമ്പോട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ആർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് എടുത്ത് പഠിക്കുക, ഇഷ്ടപ്പെട്ട വർക്ക് പ്രൊഫഷനിലേക്ക് പോകുക, ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോകുക, ഇഷ്ടങ്ങൾ പോലെ ജീവിക്കുക. അത്ര തന്നെ. അല്ല ആരെയും ഫോഴ്സ് കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ ശ്രമിക്കേണ്ട. നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഇപ്പോൾ നഴ്സിംഗ് റിലേറ്റഡ് എന്തെങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് സബ്ജക്ട്സാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട്സിനെ കുറിച്ച് പറയുമോ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഇനി നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ, അതിനെപ്പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അതിനൊക്കെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രം ദേവു.